പൊതുജനങ്ങളിൽ നിന്നും വൻ സ്വീകാര്യതയാണ് ബോ യാചകയാത്രയ്ക്ക് ലഭിച്ചതെന്ന് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു. ഇന്നലെ വരെ 26 കോടി രൂപയാണ് ലഭിച്ചത്. എന്നാൽ സഹായ അഭ്യർത്ഥന ജനങ്ങളിലേക്ക് എത്തിയപ്പോൾ കൂടുതൽ പേർ പണം നൽകിയെന്നും ബോബി ചെമ്മണ്ണൂർ അറിയിച്ചു. കോഴിക്കോട് ഫറൂഖ് സ്വദേശി അബ്ദുൾ റഹീമിന്റെ വധശിക്ഷ റദ്ദാക്കാൻ 34 കോടി രൂപ മോചനദ്രവ്യം നൽകാൻ ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് സഹായം അഭ്യർത്ഥിച്ചിരുന്നു. ഒരു ജീവൻ രക്ഷിക്കാൻ ജാതിയോ മതമോ രാഷ്ട്രീയമോ വർഗീയ ചിന്തകളോ ഒന്നും തടസ്സമാകരുതെന്ന് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു. അപ്പോൾ അതെടുത്തിട്ട് കട്ട് ആൻഡ് പേസ്റ്റ് എഡിറ്റിംഗ് ഒക്കെ ചെയ്തിട്ട് അബ്ദുറഹീം ജയിൽ മോചിതനായി എന്ന് പറഞ്ഞുകൊണ്ട് ഇനി സംഭാവനയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു ദുശക്തി ഇങ്ങനെ ഒരു മീഡിയ അടിച്ചിറക്കിയിട്ടുണ്ട്. നിങ്ങൾ കണ്ടു കാണും സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നത്. അത് ഈ കളക്ഷൻ കുറയ്ക്കാൻ കാരണമാകും. അതുകൊണ്ട് ജാതി മതം കക്ഷി രാഷ്ട്രീയം വർഗീയത ഒന്നും അബ്ദുൾ റഹീമിന്റെ ജീവൻ മോചിപ്പിക്കുന്നതിന് തടസ്സമാവരുത് എന്ന് ഞാൻ കാല് പിടിച്ച് അപേക്ഷിക്കുകയാണ്. ഇത് കഴിഞ്ഞാൽ പാലക്കാട് വഴി നാളെ മലപ്പുറത്തെത്തും. അവിടുന്ന് കോഴിക്കോട്, പിന്നെ അങ്ങോട്ട് തുടർന്ന് പോകേണ്ട ആവശ്യം വരില്ല എന്നുള്ളതാണ്. കാസർഗോഡ് എത്തേണ്ട ആവശ്യം വരില്ല എന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുകയാണ്. ഇന്നലെ വരെയൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം ഇത്രയും ചെയ്തിട്ട് ഇനി അവസാന നേരത്തെ എന്താ പറയാ അല്ലേ, അങ്ങനെയൊക്കെ എന്തെങ്കിലും സംഭവിച്ചാൽ അത് സഹിക്കാൻ പറ്റില്ല. പക്ഷെ ഇന്ന് സന്തോഷമാണ്.